ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഒരു കോലത്തിൽ നിൽക്കുകയാണെന്ന് എനിക്കറിയാം. നമ്മൾ റേഷൻ കടയിൽ പോകാൻ പോവുകയാണ് ഗൈസ്. ഞാനിന്നൊരു 9:30 മണിയൊക്കെ ആയപ്പോൾ എണീറ്റു. കോളേജില്ലല്ലോ, അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് എണീക്കാറ്. എണീറ്റപ്പോൾ തൊട്ട് എൻ്റെ ഉമ്മ എൻ്റെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചില്ല. നാളെ രാവിലെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ നേരം വെളുത്തപ്പോൾ തന്നെ എന്താണ് ഞാൻ ഒരുങ്ങയല്ലേ, നേരം വെളുത്തപ്പോൾ തൊട്ട് എന്നെ ഇത് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ അസൈൻമെൻറ്റ് എനിക്ക് എഴുതണം, വരുന്ന റിപ്പോർട്ട് എഴുതണമായിരുന്നു. കഞ്ഞി വെക്കണ കാര്യം, പുറത്തുനിന്ന് സാധനം മേടിക്കുമ്പോൾ അരി അങ്ങനെ മേടിക്കാറില്ല. റേഷൻ കടയിൽ നിന്നും സപ്ലൈകോയിൽ നിന്നും കിട്ടുന്ന അരി വെച്ചാണ് നമ്മൾ കഞ്ഞി വെക്കുന്നത്. എൻ്റെ അടുത്ത് കുറച്ച് ദിവസമായി കൊണ്ട് പറയുന്നുണ്ട്, പോയി വാങ്ങിച്ചോണ്ട് വാ ചോറില്ലാന്ന്, അരിയില്ല എന്നൊക്കെ. ഇനി എനിക്ക് കേൾക്കാനുള്ള സഹനശക്തി എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ ഡിസൈഡ് ചെയ്തു പോയിട്ട് വരാം, മുഖം ഒന്ന് കഴുകിയിട്ട് വരാം, ഫേസ് വാഷ് ഇട്ടു. ഇതിന്ന് കുറച്ചെടുക്കാം. ഇത്ര ഇതെനിക്കൊരു 3-4 മാസം ഒപ്പിക്കണം, തികയ്ക്കണം എനിക്ക്. അതുകൊണ്ട് നമുക്ക് ഇത്ര മതി, കുറച്ച് കഴുകിയിട്ട് വരാം. തുറന്നിട്ട് അടയ്ക്കാതെ പോയി. സത്യം പറഞ്ഞാൽ എൻ്റെ മുഖത്ത് പെട്ടെന്ന് അഴുക്കാവും. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് നടന്നാലും മതി. നമ്മൾ ഈ വീട്ടിൽ പ്രത്യേകിച്ച് നല്ല പൊടിയുണ്ട് കേട്ടോ. നമ്മൾ റോഡ് സൈഡിലാണ് വീടിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടന്നാലും എൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഓയിൽ സ്കിന്നും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് പൊടി ഇങ്ങനെ വന്ന് ഇരിക്കും. ഒരു തുണി വല്ലതും എടുത്തുകൊണ്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് നോക്കുമ്പോഴാണ് അതിനകത്ത് ആ അഴുക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം 2 നേരം 3 നേരം ഫേസ് വാഷ് ഇട്ട് കഴുകിയാലും നല്ലതാണ്. പക്ഷെ ഞാനങ്ങനെ കഴുകാറില്ല. ഞാൻ എവിടെയെങ്കിലും ഇങ്ങനെ പോകുമ്പോഴാണ് ഇത്തിരി ഫേസ് വാഷ് ഇടുന്നത്. ഞാൻ കഴുകിയിട്ട് എൻ്റെ വായിനകത്ത് കയറിപ്പോയി. ഇനി നമുക്ക് ടോണർ. റേഷൻ കടയിൽ പോണതാണ് ഞാൻ മേക്കപ്പൊക്കെ ചെയ്ത്. നമ്മൾ ചത്ത് കിടന്നാലും ചമഞ്ഞ് നടക്കണം എന്നാണല്ലോ ഒരു ഇത്. എൻ്റെ ഉമ്മ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് ഗൈസ്. എൻ്റെ ഈ വീഡിയോ കാണുന്ന 10 പേർ അതിൽ കയറിയ വീഡിയോ ഒന്ന് കാണണം. ഇത് നമ്മളിനി ഇങ്ങനെ ആക്കി കൊടുക്കണം, അപ്പോഴേ ഇത് ഉണങ്ങത്തും. ടോണർ വേണോ? 11 എത്രയല്ലേ ആയിട്ടുള്ളൂ. നമ്മൾ പറക്കും. ഇവിടുന്ന് അടുത്താണ്, റോഡ് പോലും ശരിയല്ല. നമ്മൾ പറക്കും ഗൈസ്. ബാക്കിൽ ഇരുന്ന് ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കും. റോഡ് നല്ല ഫോമിലായതുകൊണ്ട് ബാക്കിൽ ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ ചിലപ്പോൾ ഉമ്മയും കാണൂല, ക്യാമറയും കാണൂല. അതുകൊണ്ട് കൊണ്ടുപോകണ്ട. നമ്മൾ റേഷൻ കടയിൽ പോയിട്ട് വരാം ഗൈസ്. ഇനി നമുക്ക് സിറം ഇടാം. സിറം ഞാൻ എന്തിനാണ് ഇതൊക്കെ വാരിയിടുന്നത്, പക്ഷെ എന്നാലും നമുക്ക് പുറത്ത് പോകുമ്പോൾ നല്ല പൊടിയാണ്. അപ്പം സ്കിൻ കെയർ മുഖ്യം വെക്കില്ലേ. 2, 3 ഞാൻ ഇട്ടിട്ടില്ല. ഓക്കെ, നമ്മുടെ സിറം ഇട്ട് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് മോയ്സ്ചറൈസർ. ഓക്കെ, ഈ മോയ്സ്ചറൈസർ അതാണ് ഞാൻ പറഞ്ഞത്, ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം. ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഭയങ്കര സ്റ്റിക്കിയാണ്. ഇത് ഗ്യാബിറ്റിൻ്റെ ആണ്. നമ്മൾ ഇതിട്ടുകൊണ്ട് പുറത്തോട്ട് വണ്ടിയിൽ പോവുകയാണെങ്കിൽ പോകുന്ന വഴിക്കുള്ള എല്ലാ പൊടിയും അങ്ങ് എത്തുമ്പോൾ ഒട്ടി ഇരിക്കുന്ന കാണാം നമുക്ക്. പൊടിയില്ല, മഴ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, സൺസ്ക്രീൻ. ഇതിനകത്ത് ബിസ്ക്കറ്റോ? സൺസ്ക്രീനിലൊക്കെ ബിസ്ക്കറ്റ് ഒട്ടിയിരിക്കുന്നു. 2 ഫിംഗർ റൂളാണ്. 1, 2. യെസ്, എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് മെയ്ബെലിൻ്റെ സെൻസേഷണൽ ലിക്വിഡ് മാറ്റാണ്. ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര് ന്യൂഡ് ന്യൂവാൻസ് എന്നാണ് കേട്ടോ. ഇത് വാങ്ങിച്ച് കുറേ നാൾ ഞാൻ യൂസ് ചെയ്യില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റാണ്. വൈ എനിക്ക് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ഭയങ്കര എറിച്ച് നിൽക്കുന്ന പൊതുവേ താല്പര്യമില്ല. വെഡ്ഡിങ്ങിനൊക്കെ പോകുമ്പോൾ ഓക്കെ, സെലിബ്രേഷൻസൊക്കെ ഓക്കെ. പക്ഷേ നമ്മൾ സാധാരണ എവിടെയെങ്കിലും ഇങ്ങനെ റേഷൻ കട, സപ്ലൈകോ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പം
ബ്രൈറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. ഞാൻ കാണിച്ചു തരാം. ലിപ്പിൽ കിടക്കാണെന്ന് പോലും നമ്മൾ അറിയത്തില്ല ഗൈസ്. ഇത്രയേ ഉള്ളൂ. ഭയങ്കര നാച്ചുറൽ അല്ലേ. എൻ്റെ ഈ ഒരു ടോണിന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് ന്യൂഡ് ന്യൂവാൻസ് എന്ന് പറയും, മേബലിൻ്റെ. സ്കിൻ കെയർ കഴിഞ്ഞു. ഇനി ഈ മുടി ഒന്ന് ഹെൽമെറ്റ് വെക്കുന്നത് കൊണ്ട് എനിക്ക് മുടി അങ്ങനെ ഹെയർ നല്ലപോലെ കെട്ടാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ വാരി പിടിച്ച് ഇങ്ങനെ കെട്ടി വെക്കാം. ഞാൻ റെഡി ആയിരിക്കുകയാണ്. മമ്മി റെഡി ആയെന്ന് എനിക്കറിയത്തില്ല. കരിയൊന്നും വരയ്ക്കുന്നില്ല. നമ്മൾ ഭയങ്കര സിമ്പിളാണ്. ഓൺലി സ്കിൻ കെയർ. എൻ്റെ ഫോൺ ഞാൻ ചാർജിലിട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ എടുക്കട്ടെ. അയ്യോ ചെലന്തേ. ഓക്കെ, ഇവിടെ നിന്ന് ഇനി ഒന്നും വേറെ ഒന്നും എടുക്കാനില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ജിയു ഒരാളെ കെട്ടിയിട്ട് ദാ അരി വാങ്ങിച്ചിട്ട് വരട്ടാ. ലിയോ പോയി. ചുമ മഴ അനങ്ങും തോന്നാം. ലിയപ്പാ എന്താണ് പണ്ട് ഞാൻ ഇങ്ങനെയാണ് കുഞ്ഞിലെ നിഷ്കളങ്കരായ നമ്മളെ കരി വരച്ച് കുളമാക്കി വെച്ചത്. ഇപ്പൊ നീ കുറച്ച് അനുഭവിക്കടാ. പോയിട്ട് വരാം, മമ്മി അടിച്ചോണ്ട് വരാം. മീമീനെ വാങ്ങിക്കാൻ പോണോ? ചുമ്മാ അറിഞ്ഞ അവന്റെ അടുത്ത് വരുമ്പോ കാത്തു വെക്കും. മക്കളെ ടാറ്റാ. ലിയപ്പാ ലിയോ ഇങ്ങോട്ട് നോക്കടാ. ടാറ്റാ. ഇറങ്ങി. സഞ്ചി എന്തിന്? 2 സഞ്ചി. ഒന്ന് സപ്ലൈ ഒന്ന് റേഷൻ. ആദ്യം റേഷൻ കടയിൽ പോവാം. അങ്ങ് പോവാം. സപ്ലൈക്കോ നമ്മളെ വീടിന്റെ തൊട്ട് താഴെ. ഇവിടെ റേഷൻ കട കുറച്ച് അപ്പുറത്തോട്ട് പോകണം. നമ്മൾ ആദ്യം റേഷൻ കടയിൽ പോകുന്നു, അവിടെ നിന്ന് സാധനം വാങ്ങിക്കുന്നു, തിരിച്ചു വരുന്നു, സപ്ലൈക്കോയിൽ ഇറങ്ങുന്നു, തിരിച്ച് വീട്ടിൽ പോകും. ഇതാണ് പ്ലാൻ. നമുക്കിനി ക്യാമറയും കൊണ്ട് അങ്ങോട്ട് പോകത്തില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോഡ് അത്ര ശരിയല്ല. ബാക്കിൽ ഉമ്മാക്ക് പിടിച്ചുകൊണ്ട് വെക്കാനും പറ്റത്തില്ല. ഉമ്മയും കാണൂല, ക്യാമറയും കാണൂല. അതുകൊണ്ട് നമ്മൾ പോയിട്ട് വരാം. ബൈ ബൈ. ബൈ പറയോ? ബൈ ടാറ്റാ.